ഐ നോബഡി ഏകദേശം 2.25 മണിക്കൂറാണ് ഈ സിനിമ ഉള്ളത്. ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്ലസ്സും ഇത്രയും സമയം ഉണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള ലാഗോ ബോറോ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കാണാം. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫിനാണ് ലെങ്ത് കൂടുതൽ. ഈ സിനിമയുടെ തീം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ തീമാണ്. അറിയാതെ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആകുന്നു, ഒരു ചെറിയൊരു ബാങ്ക് റോബറി കേസിൽ അറിയാതെ ഇൻവോൾവ് ആകുന്നു. അത് കാരണം നാട്ടുകാരും ബന്ധുക്കാരും പിന്നെ ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയ എല്ലാം അയാളെ ചോദ്യം ചെയ്ത് അയാൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ഒരു സാധാരണക്കാരനെ എങ്ങനെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒരാൾ എത്രത്തോളം രീതിയിൽ ഫേസ് ചെയ്യും, അയാളെ കുടുംബം എങ്ങനെ ഫേസ് ചെയ്യും, അതുപോലത്തെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിടത്ത് വെച്ച് കാണാം എന്നുള്ള റേഞ്ചിൽ പോണ ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. കാരണം ഇതിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള കുറേ ആളുടെ ഈ ജഡ്ജി ആയിരിക്കുന്ന കുറേ ഓൺലൈൻ ജഡ്ജിമാരും വക്കീലന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ നല്ല രീതിയിൽ ഊക്കണ രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ചിലരെയൊക്കെ ഊക്കിക്കൊണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സിനിമയുള്ള ഫൈറ്റ്, ഒരുപാട് ഫൈറ്റ് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. കാരണം തൊട്ടാ പറക്കണ ഫൈറ്റ് ഒന്നുമില്ല, നല്ല ഡീസൻറ്റ് ഫൈറ്റാണ്. ഒരാൾക്ക് എങ്ങനെ അടിച്ച് നിൽക്കാൻ പറ്റും ആ റേഞ്ചിലുള്ള ഫൈറ്റുകളാണ് ഈ സിനിമയിൽ എല്ലാം ഉള്ളത്, ആദ്യം തൊട്ട് അവസാനം വരെ. ഫസ്റ്റ് ഹാഫിൽ പക്ഷേ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം ട്രാക്ക് മാറി കുറച്ച് പീക്ക് ലെവലിലോട്ട് പോകുന്നുണ്ട്. ഒരിക്കലും നടക്കാൻ പോണില്ല എന്നുള്ള കാര്യങ്ങൾ, മുഖ്യമന്ത്രി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ആവേ ഇല്ല. കാരണം തിയേറ്ററിൽ ഇരുന്ന് ഒൻ ടൈമായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, പാട്ട്, മറ്റത് മറിച്ചത്, ആക്ടിങ്, ഒരുപാട് സ്റ്റാർസ് ഒന്നുമില്ല, പക്ഷെ ഉള്ളവരെല്ലാവരും അടിപൊളിയാണ്. എല്ലാ തരത്തിലും ഈ സിനിമ ഒരു തിയേറ്റർ വാച്ചുകൾ മൂവിയാണ്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നമ്മൾ എക്സ്ട്രീം ലെവലിലോട്ട് ചിന്തിക്കുമ്പം സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം ഇത് നടക്കൂല, ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്ക് തോന്നും. ആ ഒരു റേഞ്ചിലോട്ട് മാറാതെ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ പോയോ ആ ഒരു റേഞ്ചിലോട്ട് മാത്രം ചിന്തിച്ചു പോയാൽ കൊള്ളായിരുന്നെന്ന് തോന്നി. അത്രയേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് യാതൊരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളൊന്നും വന്നില്ല. ഇറ്റ്സ് ഓക്കെ. ബൈ.